ഗൈസ് നമ്മളപ്പോൾ വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഇത്തവണ നമ്മൾ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. വെറൈറ്റി എന്നല്ല, നമ്മൾ പ്രീമിയം വണ്ടികൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഇത്തവണ നമ്മൾ കുറച്ചധികം പ്രീമിയം വണ്ടികൾ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡീലർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഓണേഴ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അർജൻറ്റായിട്ട് നിങ്ങളുടെ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ, മിഡ് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ, ബൈക്കോ കാറോ ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നമുക്ക് അയച്ചു തരിക. വിളിക്കേണ്ട, വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ നിങ്ങൾ ലക്കി ചിലപ്പോൾ കിട്ടിയല്ലോ. കാരണം നമ്മൾ സ്ക്രാപ്പും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് വണ്ടി കച്ചവടം പഠിപ്പിച്ചു തരുമോ എന്നുള്ള കാര്യം. പഠിപ്പിച്ചു തരാനായിട്ട് ഇവിടെ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല. ഞാൻ പോലും എനിക്കിത് ഓരോ ആൾക്കാർ പറഞ്ഞു തന്നിട്ടല്ല, ഞാനൊക്കെ ഒറ്റക്ക് റിസ്ക് എടുത്തിട്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ കിട്ടി കുറേ പണികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പക്കാ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, കുറച്ചധികം പൈസ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും ആ ഒരു ലെവലിൽ തന്നെ പോകത്തുള്ളൂ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമറേയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ ഒരുപോലെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാ കസ്റ്റമറേയും ഡീൽ ചെയ്യും ഒരുപോലെ തന്നെ. അപ്പോൾ എനിക്കിങ്ങനെ പ്രീമിയം അല്ലെങ്കിൽ സാധാരണക്കാർ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ അടുത്തൊരു കസ്റ്റമർ വണ്ടി എടുക്കാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അയാളൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് എല്ലാവരും ഈക്വലാണ്. പിന്നെ എന്തായിരുന്നു, ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പഠിപ്പിച്ച് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വണ്ടികളൊക്കെ കൊടുക്കാനായിട്ട് അർജൻറ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഓക്കെ.